ഓക്കെ, ഇപ്പൊ ഇതിൽ ട്രേഡിംഗ് വില കാണുന്നത്. യെസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്ത ടോപ്പിക്ക് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്ത ട്രേഡാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കണ്ടോ, ഇത് ഇതാണ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് അല്ലേ, 1 അവറിന്റെ നല്ല അടിപൊളി ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആണ് കാണുന്നത്. ഇപ്പോൾ ട്രെൻഡ് നോക്കാം. ജസ്റ്റ് ഇവിടുന്ന് കണ്ടോ, ഡൗൺ ട്രെൻഡ്, ലോവർ ഹൈസ്, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ അല്ലേ, ലോവർ ലോ, ലോവർ ഹൈ ഉണ്ടോ. ഇവിടെ ആദ്യമായിട്ട് മാർക്കറ്റ് ഒരു ഫെയിൽഡ് ലോ സംഭവിച്ചു അല്ലേ. ഇതുവരെ മാർക്കറ്റാണ് ഇവിടുന്ന് ഈ മാർക്കറ്റ് ഇവിടുന്ന് ഇതുവരെ പുതിയ ലോയും മാർക്കറ്റ് താഴത്തേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ലേ? ഇല്ല. ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിനെ ഇതും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിനെ ഇതും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഉണ്ടോ, ക്ലിയർ ആണോ? ഇതിനെ ഉണ്ടോ, ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനത്ര സ്ട്രെങ്ത്തിൽ താഴത്തേക്ക് പോയിട്ടില്ല. പക്ഷെ ഇവിടെ കണ്ടോ, ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു സിനേറിയോയിൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിംറ്റം മാർക്കറ്റിൽ കാണിച്ചതിന് മനസ്സിലാക്കണം. മേ ബി ഇത് ട്രെൻഡ് ചേഞ്ച് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട് മനസ്സിലാക്കണം. അവിടെ നിന്നാണ് ഈ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് ഒരു ക്യാരക്ടർ ചേഞ്ച് കിട്ടിയത് അല്ലേ. പ്രീവിയസ് ഹൈ ഇതല്ലേ വരുന്നത്. ഓക്കെ, നമുക്ക് ഇതൊരു പ്രീവിയസ് ഹൈ ആണ്, ഇത് അടുത്ത പ്രീവിയസ് ഹൈ ആണ് അല്ലേ. അപ്പൊ 2 സ്വിംഗ് ഹൈകളെ മാർക്കറ്റിലൂടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, ഒരു ട്രെൻഡ് ചേഞ്ച് കിട്ടിയതിന് ശേഷം എവിടെ നിന്ന് എൻട്രി എടുക്കാന്ന് പറഞ്ഞത്? ഒരിക്കലും ഒരു ട്രെൻഡ് ചേഞ്ച് ഇവിടെ കിട്ടി ഇങ്ങനെ കയറി പോകുന്ന മാർക്കറ്റ് ആണെങ്കിൽ ഒരിക്കലും അവിടെ എൻട്രി എടുക്കരുത്. പകരം നമുക്ക് ഇതാണ് ഇതിന്റെ പ്രീമിയം പ്രൈസ്. ഈ പ്രീമിയം പ്രൈസിന്റെ ഡിസ്കൗണ്ട് പ്രൈസ് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. അപ്പൊ ഡിസ്കൗണ്ട് പ്രൈസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ഫിബൊനാച്ചി വെച്ചിട്ട് ഇതിന്റെ പുറത്തേക്ക് മാർക്കറ്റ് നടന്നിട്ടില്ല. ഈ റെഡ് ലൈനിന്റെ ഈ സൈഡ് മാർക്ക് നടന്നിട്ടില്ല. ഓക്കെ, നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫിബ് മാർക്ക് ചെയ്യുക? ഇവിടുന്ന് താഴത്തോട്ട്. ഇവിടുന്ന് ഇങ്ങോട്ടാണോ അതോ ഇവിടുന്ന് ഇങ്ങോട്ടാണോ? ഇവിടുന്നോ? ഏതാ പോയിന്റ് പറ. ക്യാമോൺ ആയിക്കോട്ടോ. ഈ ഹയർ ഹൈന്ന് ലോവർ ഹൈക്കല് മാർക്ക് ചെയ്യാം. ഞാൻ മൗസ് വയ്ക്കാം. ഈ ഒരു പോയിന്റ് അല്ലല്ലോ ഉദ്ദേശിച്ചത്? ഇവിടെ നല്ല ഉദ്ദേശിക്കണേ. ഈ ഹൈ ഉദ്ദേശിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടോ? ഓക്കെ, അതാരും സിക്കു ബ്രോ അല്ല പറഞ്ഞു. ഓക്കെ, അടുത്ത് ഡെന്നീസ് ബ്രോനും പറയാം, ഷിജിൽ ബ്രോനും പറയാം. ഓക്കെ, ഞാൻ പറയാം. ഹലോ, ഞാൻ പറയട്ടെ എന്നാ. ഓക്കെ, നമുക്കിത് ഇങ്ങനെ സംഭവിച്ച് നിൽക്കണല്ലേ, ഈ മാർക്കറ്റ്. അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താ? നമുക്ക് ഡൗൺ സൈഡ് എത്രത്തോളം വരുന്നത് നമുക്ക് അറിയേണ്ടത് അല്ലേ. ക്ലിയർ ആണോ? ഇത് മാർക്കറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഡൗൺ ട്രെൻഡ് ചേഞ്ച് ആയിട്ട് നല്ല രീതിക്ക് അപ്സൈഡ് കയറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇതിന് ടാർജറ്റ് ഇതാണ്, ഇവിടെയാണ് ടാർജറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നമുക്കൊരു എൻട്രി എടുക്കണം. പക്ഷെ അത് വിചാരിച്ചിട്ട് നമുക്ക് തോന്നിയ വിലക്ക് മേടിക്കാനും പാടില്ല. അതല്ല, അത് പ്രോപ്പർ മെത്തേഡ് അതല്ല. നമുക്ക് മേടിക്കാൻ പറ്റും, പക്ഷെ പ്രോപ്പർ ഒരു ബൈയിങ് പറയുമ്പോൾ ആ നല്ല ഹൈലി ഡിമാൻഡായിട്ട് മൂവ് ചെയ്യുന്ന ഷെയറിനെ അല്ലെങ്കിൽ പെയറിനെ ഏറ്റവും ചെറിയ വിലക്ക് മേടിക്കണം. അതാണ് നല്ലൊരു ബൈയിങ് പറയുക. അപ്പോൾ ഓക്കെ, ഇങ്ങനെ സംഭവിച്ചതാ, ഒരു ട്രെൻഡ് ചേഞ്ച് സംഭവിച്ച് ഇങ്ങനെ നിൽക്കുന്ന മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അറിയേണ്ടത്, പിന്നീട് ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്താലും അതുപോലെ തന്നെ ഈ ട്രെൻഡ് ചേഞ്ച് കിട്ടിയ ഒരു പെയറിൽ പിന്നീട് അപ്സൈഡ് മാത്രമേ നോക്കുള്ളൂ. ഇതിങ്ങനെ ഡൗൺ ട്രെൻഡ് ആണെങ്കിലും നമ്മൾ അപ്സൈഡ് ട്രേഡ്സ് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഡൗൺ ട്രെൻഡ് വരുന്നത് കണ്ടാൽ മനസ്സിലാക്കണം, അത് നമുക്കൊരു ബൈയിങ് പോയിന്റിലോട്ട് മാർക്ക് വരുന്നതാണ്. ഇപ്പോൾ ഈ ഡൗൺ സൈഡ് ഇവിടെ കണ്ടോ, ഇത്രയും റെഡ് ക്യാൻഡിൽ ഉണ്ടോ, ഇവിടെ ഇത്ര റെഡ് ക്യാൻഡിൽ ഉണ്ടോ.
ചിലപ്പോൾ റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ ആൾക്കാർ പറയും ഇത് ഇവിടുന്ന് നല്ല രീതിയിൽ താഴത്തോട്ട് മൂവ് ചെയ്യാൻ ചാൻസ് എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, അത് നമ്മുടെ ബൈയിങ് പോയിന്റിലേക്ക് വരുന്ന പോയിന്റാണ്, ബൈയിങ് പോയിന്റിലേക്ക് വരുന്ന മാർക്കറ്റാണ്. അപ്പോൾ നമ്മുടെ ബൈയിങ് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഒരു ട്രെൻഡ് ചേഞ്ചിന് ശേഷം നമ്മുടെ ബൈയിങ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫിബിനോച്ചി റിട്രേസ്മെന്റ് ടൂൾ എടുത്തു അല്ലേ. നമുക്ക് ഈ റെഡ് ലൈനിന് ഇപ്പുറത്തേക്ക് മാർക്കറ്റ് സംഭവിച്ചിട്ടുള്ളൂ അല്ലേ, റെഡ് ലൈനിന്റെ ഇപ്പുറത്തേക്കാണ് മാർക്കറ്റ് സംഭവിച്ചിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്ക് മാർക്കറ്റ് താഴത്തെ എത്രത്തോളം ഡൗൺ സൈഡ് വരുന്ന അറിയണമെങ്കിൽ മാർക്കറ്റ് കറന്റ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അവിടെ നിന്ന് പ്രീവിയസ് സിംഗ് ലോ ടു ലേറ്റസ്റ്റ് ഹൈ ആണ് ഫിബ് മാർക്ക് ചെയ്യേണ്ടത്. മാർക്കറ്റ് ഇവിടെ നിൽക്കുമ്പോൾ മാർക്കറ്റിന്റെ പ്രീവിയസ് സിംഗ് ലോ ഏതാ വരിക? പ്രീവിയസ് സിംഗ് ലോ ഇതല്ലേ വരിക? ഇവിടെ അല്ലേ വരിക? ഇതല്ലേ വരിക? അതിന്റെ മേളിൽ അതല്ലേ വരുന്നത് പ്രീവിയസ്. അടിപൊളി, കറക്റ്റ്. ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ ഫിബ് രണ്ട് രീതിക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. മാർക്കറ്റ് അപ്സൈഡ് മാത്രം കയറി പോകുന്ന മാർക്കറ്റ് ഏതാ? ഇതല്ലേ അപ്സൈഡ് മാത്രം പോകുന്ന മാർക്കറ്റ്. കാണിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ ഇതാ. ഓക്കെ, അപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് ഇത് BOS ആണ്. BOS മീൻസ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. ആ, അപ്പൊ ഇതും BOS ആണ്, ഇതും BOS ആണ് അല്ലേ. അപ്പൊ ഒരു BOSന് ശേഷമുള്ള ഒരു BOSന് ശേഷം മാർക്കറ്റ് ചെറിയ ഡൗൺ വരികയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഫിബ് വരയ്ക്കാം. ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് ഫിബ് വരയ്ക്കാം. എന്നിട്ട് ഇത് കറക്റ്റ് ഇതാ ഇവിടുന്ന് കയറിക്കോളം നിർബന്ധം, കറക്റ്റ് ഇവിടുന്ന് കയറി പോയിക്കോളം നിർബന്ധമല്ല. ഇവിടുന്ന് ട്രേഡ് എടുത്താൽ ഇവിടെ SL വെക്കും. ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം, സ്ട്രക്ചറായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇത് ഡൗൺ ട്രെൻഡ്. ഈ ഡൗൺ ട്രെൻഡ് ഇങ്ങനെ ട്രെൻഡ് ചേഞ്ച് ആയി അല്ലേ. നമ്മളിതാ ഇങ്ങനെ, ഇതാണ് ക്യാരക്ടർ ചേഞ്ച് അല്ലേ. ക്ലിയർ? ഈ മാർക്കറ്റ് ഇവിടെ വന്ന് പോകണതാണ് ഇതാ, ഇത്രയും താഴത്തേക്ക് വന്നിട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ല, ഇത് ഇവിടുന്ന് ഇങ്ങനെ കയറുമായിരിക്കും. ഓക്കെ, നമ്മളിതാ ഇവിടുന്ന് പറയുന്നത് എന്താ, ഇങ്ങനെ സംഭവിച്ചതിന് പറയുന്നത് എന്താ, നമുക്കിതാ ഈ ഡൗൺ സൈഡിൽ മേടിക്കാം. അപ്പോൾ ഡൗൺ സൈഡ് എത്രത്തോളം ഡൗൺ വരുന്ന അറിയണമെങ്കിൽ മാർക്കറ്റിന്റെ പ്രീവിയസ് സിംഗ് ലോ ടു ലേറ്റസ്റ്റ് ആയി നമ്മൾ ഫിബ് മാർക്ക് ചെയ്യുന്നു അല്ലേ. ഇവിടുന്ന് ഈ സോൺ നമുക്ക് ബൈ ചെയ്യാന്ന് പറയുന്നു, ഈ സോണിന് ബൈ ചെയ്യാം. പക്ഷെ ഈ മാർക്കറ്റ് ഇവിടെ വരാതെ, ഇവിടെ ഇങ്ങനെ താഴത്തേക്ക് വരാതെ ഇവിടുന്ന് കയറി ഇവിടുന്ന് ഇങ്ങനെ ഒരു ഹൈ കയറി വരികയും ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കും. പിന്നെ ഈ ഫിബിന് റോളില്ല, പിന്നെ ഈ ഫിബ് ഇൻവാലിഡ് ആണ്. പിന്നെ ഈ ഫിബ് വരയ്ക്കേണ്ടത് കണ്ടോ, ഇതാ ഈ ട്രെൻഡ് എവിടെ അവസാനിക്കും? ഈ ട്രെൻഡ് ഇങ്ങനെ പോയി ഇവിടെ തിരിഞ്ഞു വരയ്ക്കും. ഇതാ ഇവിടെ എങ്ങനെ തിരിഞ്ഞു വരയ്ക്കും, തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആണ് അല്ലേ. ഇതാണ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. അപ്പോൾ പിന്നെ ഫിബ് ട്രേഡ്സ് എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫിബ് മാർക്ക് ചെയ്യുക. ഈ സോൺ നമുക്ക് ട്രേഡ്സ് എടുക്കാം, ഈ സോൺ നമുക്ക് വീണ്ടും ഒരു അപ്സൈഡ് ട്രേഡ്സ് എടുക്കാം. പക്ഷെ അവിടെ എപ്പോഴും വേറെ കാര്യമുണ്ട്. ഇത് കണ്ടോ, ഈ മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഓക്കെ അല്ല. നമ്മളെപ്പോഴും ഒരു മാർക്കറ്റ് ചാർട്ട് മൂവ് ചെയ്യുന്നത് തിരമാല പോലെ, വേവ്സ് പോലെ മാർക്കറ്റ് മൂവ് ചെയ്യാം. തിരമാല അങ്ങനല്ലേ, കറക്റ്റ് ഇങ്ങനെ ഒരു ഒറ്റടി മാർക്കറ്റ് തിരമാല ഷൂട്ട് ചെയ്യില്ലല്ലോ. മാർക്കറ്റ് തിരമാല ഒറ്റടി ഷൂട്ട് ചെയ്യില്ലല്ലോ, അത് ഇങ്ങനെയല്ല മൂവ് ചെയ്യാൻ, സൈക്കിൾ അല്ലേ. അതുപോലെ വേണം എപ്പോഴും നല്ല നല്ല മാർക്കറ്റ് അല്ലെങ്കിൽ നല്ല നല്ല ചാർട്ട് അങ്ങനെ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ മാർക്കറ്റ് ഇങ്ങനെ കയറിയിട്ടുണ്ടല്ലേ, ഇങ്ങനെ കയറിയിട്ടുണ്ട്. പക്ഷെ ഡൗൺ സൈഡ് വേവ് സംഭവിച്ചിട്ടില്ല, ഇതിൽ ഇവിടെ സംഭവിച്ചിട്ടില്ല. അതുപോലെ കണ്ടോ, ഇവിടെ കയറി നിൽക്കുന്നുണ്ട്, ഇവിടെ ഡൗൺ സൈഡ് വേവ് ഇത്ര വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഓക്കെയാണ്. പക്ഷെ ഇവിടെ എവിടെ ട്രേഡ്സ് എടുക്കുമ്പോഴും ഇവിടെ കണ്ടോ ഇത്രയും ഒരു ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്യാണ്ട് അല്ലേ, ഒരു ചെറിയ ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്ട്. ആ മേ ബി ഇവിടെ നിന്ന് ട്രേഡ്സ് എടുക്കാം, പക്ഷെ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണം. മേ ബി ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരച്ച എക്സാക്ട് ബൈയിങ് പോയിന്റിൽ മേ ബി ഇതിലോട്ട് വരും. ഇതാണ് ഏറ്റവും നല്ല 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 ബൈയിങ്, ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിലോട്ട് വരും, പക്ഷെ ഇതിലോട്ട് മേ ബി വന്നോളം നിർബന്ധമല്ല. ചിലപ്പോൾ അത് ഈ മാസം വന്നേക്കാം, ചിലപ്പോൾ ആ ആഴ്ചയിൽ വന്നേക്കാം, ചിലപ്പോൾ ആ ദിവസം വന്നേക്കാം. എന്ന് വരുന്നത് ചിലപ്പോൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ബൈയിങ് പോയിന്റ്സ് കണ്ട ട്രേഡ്സ് എടുക്കുക, കറക്റ്റ് സ്റ്റോപ്പ് ലോസ് ഇറങ്ങി വരിക. ഇത് ഇത്രയും ക്ലിയർ ആണ് ഈ പറഞ്ഞത്. ജസ്റ്റ് ചെറിയ ഡൗട്ട് ഉണ്ടാവും മേ ബി. ഇത്രയും ക്ലിയർ ആണ് പറഞ്ഞത്. ഈ ക്യാരക്ടർ ചേഞ്ചിന് ശേഷം നമുക്കിത് കറക്റ്റ് ഇവിടെ വരാതെ ഇതിലേക്ക് വരാതെ ഫിബിനോച്ചി കറക്റ്റ് ആയിട്ടില്ല. കറക്റ്റ് ഫിബിനോച്ചിയിൽ വരാതെ മാർക്കറ്റ് കയറിപ്പോൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായി, നമുക്ക് ഡൗൺ ട്രെൻഡ് ക്യാരക്ടർ ചേഞ്ച് അല്ല നോക്കുക, പിന്നെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിൽ ഫിബ് വരയ്ക്കണം. നമ്മൾ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിൽ ഫിബ് വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഈ കോൺസെപ്റ്റ് കണ്ടോ, ഇതിൽ ഇവിടുന്ന് കണ്ടോ, നമുക്ക് ഇത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആണല്ലേ.
ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ആയിരുന്നു. ഇവിടുന്ന് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ വന്നു, വീണ്ടും ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ? ഇത് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ അല്ലേ വരുന്നത്? അല്ലേ? നമ്മളിതാ ഇവിടുന്ന് എങ്ങോട്ട് ഫിബ് വരയ്ക്കും? ഇവിടുന്ന് ഈ ഒരു പോയിന്റ് നമ്മൾ ഇങ്ങോട്ട് ഫിബ് അപ്ലൈ ചെയ്യും അല്ലേ? ഇവിടുന്ന് ഒരു വട്ടം നമുക്കൊരു ഒരു ഇത് കിട്ടി, ഒരു സിഗ്നൽ കിട്ടി, ഒരു അപ്സൈഡ് കയറുന്ന ഒരു സിംറ്റം കാണിച്ചു. പക്ഷെ എന്തായി? ചീറ്റി താഴത്തേക്ക് പോകുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ട്രേഡ്സ് എടുക്കില്ല. കാരണം എന്താ അറിയോ? ഇവിടെ ഇതാ ഈ റെഡ് ലൈൻ കളയുന്നു, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഫിബിലേക്ക് മാർക്കറ്റ് വന്നു കണ്ടോ? ഇത്ര വലിയൊരു ഒറ്റ സെല്ലിങ് അതിൻ്റെ സ്ട്രെങ്ത്തിൽ വന്നു കണ്ടോ? അങ്ങനെ നമ്മുടെ ബൈയിങ് പോയിന്റിലേക്ക് എപ്പോഴും മാർക്കറ്റ് വരേണ്ടത് പതുക്കെ വരാൻ പാടുള്ളൂ. പതുക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് സിംഗിൾ ക്യാൻഡിൽ മാർക്കറ്റ് താഴത്തേക്ക് അടിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പം ഹെവി സെല്ലിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബൈയിങ് പോയിന്റിൽ വന്നാൽ നമ്മൾ ട്രേഡ് ചെയ്തിരിക്കില്ല. ഇനി അഥവാ ഇവിടെ ട്രേഡ് എടുത്തു വരയ്ക്കും, ഇതിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് മാറുന്നു. കാരണം എന്താ? ഇവിടെ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ഗ്യാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എൻഡയർ വേവിന്റെ കറക്റ്റ് 61 എന്നാണ് കയറിപ്പോയിരിക്കുന്നത് ആണല്ലോ? കറക്റ്റ് ഫിബ് സോൺ കയറിപ്പോയിരിക്കുന്നത്. ഓക്കെ, ഫിബിന്റെ ഈ സോൺ വിളിക്കുന്ന പേരെന്താണ്? OT, ഒപ്റ്റിമൽ ട്രേഡിംഗ് എൻട്രി സോൺസ്. OT സോൺ. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇനിയിപ്പോ ഇതിൽ നിങ്ങൾ പറ, അടുത്തൊരു ട്രേഡ് എവിടേക്ക് നോക്കുക? നിങ്ങൾക്ക് ലിക്വിഡിറ്റി കോൺസെപ്റ്റ് പറഞ്ഞാണോ? ലിക്വിഡിറ്റി ഹണ്ടിങ്, ലിക്വിഡിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അത് ജസ്റ്റ് ലിക്വിഡിറ്റി പറഞ്ഞു പോയി. ലിക്വിഡിറ്റി പറയുമ്പോൾ എല്ലാ സിംഗിളോടെ താഴെ ഓർഡേഴ്സ് ഇരിക്കുന്നുണ്ടാവും. മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നു പറഞ്ഞല്ലേ? അല്ലേ? ഇവിടെ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ടാവും, ഇവിടെ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ടാവും. ചില മേ ബി ഈ അപ്സൈഡ് പോകുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ഫോളോ ചെയ്യും. ഇങ്ങനെ ഈ ലോടെ പെട്ടെന്ന് താഴത്തേക്ക് ഇറങ്ങും, എന്നിട്ട് അങ്ങനെ തിരിച്ച് കയറ്റിക്കൊണ്ടാവും. അത് നല്ല സിംറ്റംസ് ആണത്. പക്ഷേ അത് നമുക്ക് നല്ല വാലിഡ് ആയിട്ടുള്ള പോയിന്റ് കിട്ടിയ ബെസ്റ്റ് ബൈയിങ് ആണ്. ഇത് കണ്ടോ? ഇത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി അല്ലേ? ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി, ഇത്ര അപ്സൈഡ് കയറി, താഴത്തേക്ക് ഇറങ്ങി അല്ലേ? അപ്സൈഡ് കയറി, താഴത്തേക്ക് കണ്ടോ? ഇത് കട്ട് ചെയ്തും തോന്നിപ്പിച്ചു മാർക്കറ്റ് അങ്ങനെ തിരിച്ച് കയറിപ്പോയി. ഇതാണ് കറക്റ്റ് ഉദ്ദേശിച്ചത്. കണ്ടോ? ഒരു വാല് പോലെ കണ്ടോ? ഓക്കെ, ഇതെപ്പോഴും നിങ്ങൾ നോക്കി വെച്ചോ. നല്ല ഇത് URUSD വരും ദിവസങ്ങളിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ ഒരു പെയറാണിത്. കാരണം ഇത് ലിക്വിഡിറ്റി ഫണ്ട് കിട്ടി. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ 61ഉം 78ഉം ഈ ഫിബിന്റെ സോൺ ബൈയിങ് സോൺ പറഞ്ഞല്ലേ? ഇതൊരു ബൈയിങ് സോണാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, പക്ഷെ ഇവിടുന്ന് മാർക്കറ്റ് കയറിക്കോളുന്ന യാതൊരു നിർബന്ധവും ഇല്ല. കാരണം എന്താ? ഇത് ഡൗൺ ട്രെൻഡ് ആണ് അല്ലേ? യെസ്, ഇത് കണ്ടോ? ലോ, ലോവർ ഹൈ, ലോവർ ഹൈ. ഇവിടെ ലോവർ ലോ വരണമായിരുന്നു, വന്നില്ല. ഇവിടെ നമുക്ക് ട്രെൻഡ് ചേഞ്ച് കിട്ടി, ക്യാരക്ടർ ചേഞ്ച് കിട്ടി അല്ലേ? ഇവിടെ നമുക്ക് ഒരു ക്യാരക്ടർ ചേഞ്ച് കിട്ടി. യെസ്, ഇതാണല്ലോ ക്യാരക്ടർ ചേഞ്ച് അല്ലേ? ഈ പോയ ട്രെൻഡ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫിബ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പോയ ട്രെൻഡ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ട്രെൻഡ് ഇവിടെ തിരിഞ്ഞു മനസ്സിലായി. അപ്പോൾ ഇനി ഇതിൽ വേണ്ടത് എത്രയും പെട്ടെന്ന് കയറി നമ്മൾ എൻട്രി എടുക്കണം വേണ്ടത്. കാരണം അല്ലേ, ഇത് ഈ എൻഡയർ ഡൗൺ ട്രെൻഡിന്റെ ഫിബിൽ നിന്നാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ ഫിബ് സോണിലോട്ട് വന്ന ഡൗൺ ട്രെൻഡും എൻഡായി നമുക്ക് മനസ്സിലായി. ഇത് ലൈവ് മാർക്കറ്റാണ്. ലൈവ് മാർക്കറ്റാണ് കേട്ടോ. ആ ഫിബ് സോണിലേക്ക് വന്ന മാർക്കറ്റും എൻഡായി നമുക്ക് മനസ്സിലായി അല്ലേ? എന്നിട്ട് ഇവിടുന്ന് ഒരു ലിക്വിഡിറ്റി ഫണ്ടും കിട്ടി, അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ ചേഞ്ചും കിട്ടി. നോട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇത് കണ്ടോ? ഇതിന് SSL, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയും. SSL പറയുമ്പോൾ സെൽ സൈഡ് ലിക്വിഡിറ്റി. കണ്ടോ? മാർക്കറ്റ് ഇവിടുത്തെ സെൽ സൈഡ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. അതുപോലെ ആ കളക്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അപ്സൈഡിൽ നമുക്കൊരു COCH കിട്ടിയിട്ടുണ്ട്. യെസ്, നമുക്ക് അതും കിട്ടിയിട്ടുണ്ട് ഇതില്. ക്ലിയർ ആണോ?
ഓക്കെ അല്ലേ? ഇത് ഓക്കെ. ഇത് ഇതിൽ ഇനി അടുത്ത ട്രേഡ്സ് എങ്ങനെ എടുക്കുക? സിക്കു ബ്രോ പറ, അടുത്ത ട്രേഡ്സ് നമ്മൾ എവിടെ നിന്ന് എടുക്കുക? മാർക്കറ്റ് താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താഴത്തേക്ക് എവിടെ വരെ ഇറങ്ങും? എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? അത് ഫിബ് വെച്ചിട്ട് മാർക്ക് ചെയ്താക്കേണ്ടി വരും. ഓക്കെ, ഫിബ് എവിടെ നിന്ന് എങ്ങോട്ട് വരയ്ക്കും? ഫിബ് ടൂളിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫിബ് എവിടെ നിന്ന് എങ്ങോട്ട് വരയ്ക്കും? മേലെ താഴത്തോട്ട്, അല്ല ഹയ്യർ ഹൈന്ന് താഴത്തേക്ക്, മോളിന്ന് താഴത്തേക്ക് SSLന്റെ അവിടെ അതുവരെ വരയ്ക്കണ്ടേ? ഓക്കെ, വരച്ചു. മുകളിലേക്ക് എവിടുന്ന്? അല്ല, താഴത്ത് മേലേക്ക് വരയ്ക്കാം. യെസ്, താഴ്ന്ന് മോളിക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, താഴ്ന്ന് മോളിക്ക് വരച്ചു. മോളിക്ക് വരച്ചു അല്ലേ? നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്കും FEG എടുത്തതല്ലേ? FEG എടുത്തിട്ടില്ല. ഓർഡർ ബ്ലോക്കോ? ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് ഓർഡർ ബ്ലോക്ക് എടുത്തിട്ടില്ല. ഇന്നലെ അനൂപ് ബ്രോ കഴിഞ്ഞല്ല, ആ പുള്ളിക്കാരൻ എടുത്തെന്ന് പറഞ്ഞത് ചോദിക്കുന്ന കാരണം കേട്ടോ, സോറി. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് ഇതിൽ ഫിബ് വരയ്ക്കണം. അപ്പോൾ ഞാൻ ചോദിക്കണത്, അപ്പോൾ ഇവിടെ കണ്ടോ ഈ 2 റെഡ് ക്യാനിൽ കണ്ടോ, ഈ 2 ഗ്രീൻ ക്യാനിലായിരുന്നു അവിടെ ഫിബ് വരയ്ക്കും. ഈ 2 റെഡ് ക്യാനിലല്ലേ, ഈ 2 റെഡ് ക്യാനിൽ പകരം ഇവിടെ 2 ഗ്രീൻ ക്യാനിൽ വന്നൊരുക്കി അവിടെ ഫിബ് വരയ്ക്കാൻ പറ്റുമോ നമുക്ക്? അപ്പോൾ ഇല്ല, കാരണം അത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാണല്ലോ. യെസ്, അടിപൊളിയാണ്. മാർക്കറ്റ് തന്നിട്ടില്ല, ഡൗൺ വന്നിട്ടില്ലല്ലോ. യെസ്, അപ്പൊ ഈ ട്രെൻഡ് അവസാനിച്ചു, മനസ്സിലായി. കാരണം എന്താ അറിയോ, നമുക്കിത് 1 അവറിൽ നല്ല റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് അവിടെ. അപ്പൊ ഇവിടെ നമ്മൾ ഫിബ് ഇങ്ങോട്ട് വരയ്ക്കുന്നു, വരച്ചു അല്ലേ? അപ്പൊ അത് 1 അവർ റിജക്ഷൻ കിട്ടിയാലേ നമുക്ക് വേണ്ട 30 മിനിറ്റ്സ് ഇട്ട് മാറ്റി നോക്കാം. 30 മിനിറ്റ്സ് നോക്കി അപ്പൊ നമുക്ക് കണ്ടോ ആ ട്രെൻഡ് അവസാനിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ഫിബ് അപ്ലൈ ചെയ്യുന്നു. കണ്ടോ, ഇത് നമ്മുടെ ബൈയിങ് പോയിന്റ് ആണ്. നിങ്ങൾ ഈ പെയർ നോട്ട് ചെയ്ത് വെച്ചോ, നല്ല ബൈയിങ് പോയിന്റാണ്. ഇത് ഇവിടുത്തെ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് മേ ബി ഇത് ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാം. കാരണം എന്താണെന്നറിയോ, ഇതിൽ 4 അവർ മുതലേ ഓരോ റീസൺസും അടിപൊളി റീസൺസ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ട്രേഡിൽ എൻട്രി എടുക്കുക എന്നാണ് ആദ്യം വേണ്ടത്. ഈ ട്രേഡ് അപ്സൈഡ് പോകുന്ന ട്രേഡാണ്. അപ്പോൾ ഇത് ഏറ്റവും പെട്ടെന്ന് ഒരു എൻട്രി എടുക്കുക എന്നാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഉണ്ടോ ഈ ഒരു സോൺ നമുക്ക് ട്രേഡ് എടുക്കാം. അത് ഈ സോൺ പെർഫെക്റ്റ് ആണ്. ഇതാകുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആണ്. ഇതാകുമ്പോൾ ചിലപ്പോൾ മേ ബി ഈ സോണിലോട്ട് വരാതെ മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സോണിൽ നിന്ന് കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ വരച്ച ബ്ലൂ ലൈൻ കണ്ടോ, ആ ബ്ലൂ ലൈൻ നിന്ന് മാറിയിട്ട് അപ്സൈഡ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എടുത്താലും കുഴപ്പമില്ല, ഇവിടെ എടുത്താലും കുഴപ്പമില്ല. ഇതിൽ എവിടെ എടുത്താലും നമ്മുടെ SL എന്ന് പറയുന്നത് ഇതായിരിക്കും. നമ്മുടെ SL. ഇത്രയും വെച്ചാലും ബെറ്റർ, അല്ലെങ്കിൽ ഇത് വെച്ചാൽ മതി. ഇതായിരിക്കും നമ്മുടെ SL വരിക. ക്ലിയർ ആണോ? ഇതാണ് SL വരിക. ഓക്കെ, ഇത് SL, ഇത് TP. അത് ഒരു TP ആണ്. അത് നേരത്തെ ഞാൻ അന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ചാർട്ടിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് TP എന്ന് പറയുന്നത് നമുക്കത് ഈ പോയിന്റാണ് വരിക. എൻട്രി പോയിന്റ് ആണ് സെയിം വരിക. ഇതാണ് വരിക സെക്കൻഡ് TP. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ട് ഇത് കുറച്ച് കയറ്റി വെക്കണം അപ്പൊ അല്ലേ? അത് നമുക്ക് രണ്ടാമത്തെ ട്രേഡല്ലേ, രണ്ടാമത്തെ ക്വാണ്ടിറ്റിയിൽ വരുന്നത്. ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ജസ്റ്റ് വെറുതെ വരും ദിവസങ്ങളിലൊന്ന് വെറുതെ ചെക്ക് ചെയ്യാം കേട്ടോ. ഗ്രൂപ്പിലിട്ടുണ്ടായി. ഓക്കെ,
ഈ ട്രേഡിന്റെ കോൺസെപ്റ്റ് പറഞ്ഞ ക്ലിയർ ആണോ? EUR/USD നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ടോപ്പിക് അതേ ടോപ്പിക് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഡൺ. പിന്നെ അടുത്തത് നമുക്ക് ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ റീസെന്റ് വേറെ GBP/USD ഇട്ടിട്ടുണ്ട്. നമുക്ക് 4 hours ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ഒരു ഇതിട്ടുണ്ട്, ഒരു ചാർട്ട് ഇട്ടുണ്ട്. ഓക്കെ കണ്ടിരുന്നു അല്ലേ? ഓക്കെ ഡൺ. അപ്പൊ അതിലിപ്പോ വേറെ ട്രേഡ് ഉണ്ട്. മേ ബി ഈ ചാർട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, മേ ബി നമ്മുടെ ബൈയിങ് പോയിന്റ് വരുന്നതായിരിക്കും. മേ ബി 4 hours ബ്രേക്ക് ഔട്ട് കിട്ടിയില്ല നമുക്ക്. 4 hours മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, പക്ഷെ ഫേക്ക് ആയിട്ട് തിരിച്ച് താഴേക്ക് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് 4 hour ആണ് നോക്കണ്ടേ അതോ എപ്പോഴും 4 hours നോക്കി ബെറ്റർ. നമുക്ക് ട്രേഡ്സിന്റെ എണ്ണം കുറയും, പക്ഷെ 4 hours നോക്കുകയാണെങ്കിൽ ബെറ്റർ. ഒന്നുകൂടി നല്ല ആക്യുറസിൽ ട്രേഡ്സ് കിട്ടും. എന്നിട്ട് നമ്മൾ എൻട്രി എടുക്കേണ്ടത് പിന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ വന്നിട്ടാ 30 minutes 1 hour നോക്കിയാൽ മതി. 30 minutes എൻട്രി എടുത്താൽ മതി. ഇപ്പൊ ഇതിലിവിടെ എൻട്രി കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റോപ്പ് ലോസ്, ഇതാണ് TP വരുന്നത് 1:1. കാരണം ഇത് 4 hours അപ് ട്രെൻഡ് ആയ സ്റ്റോക്ക്, അപ് ട്രെൻഡ് ആവാൻ നിൽക്കുന്ന സ്റ്റോക്ക് കണ്ടോ? 4 hours ഉണ്ടോ? ഇത് കണ്ടോ? നല്ല സ്ട്രെങ്ത്, നല്ല അടിപൊളി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ആണ്. നല്ല ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട് അല്ലേ? ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ റീസൺ പറഞ്ഞത് ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോ ഉണ്ട്, ഈ ഒരു ഭാഗത്ത് മാർക്കറ്റ് എത്തിയപ്പോ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോ ഉണ്ടോ? താഴത്തേക്ക് വന്നു, തിരിച്ചു കയറി അല്ലേ? തിരിച്ചു കയറി വീണ്ടും താഴത്തേക്ക് വന്നു. ഇതിന്റെ താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്തിട്ടുള്ളൂ, ശക്തമായിട്ട് താഴത്തേക്ക് പോയിട്ടില്ല. ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ എന്താ ഇതുപോലെ ശക്തമായിട്ട് താഴത്തേക്ക് വരണം. ഇവിടെ കണ്ടോ? ഇവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇതിന് താഴെ കണ്ടോ? ഇവിടെ ഇത്രയും വന്ന് തിരിച്ച് കയറി പിന്നെ തിരിച്ച് താഴത്തേക്ക് പോകുമ്പോൾ കണ്ടോ? തൊട്ടും താഴത്തേക്ക് പോയി ജസ്റ്റ് അപ്സൈഡ് കയറി പോയി. പിന്നെ താഴത്തേക്ക് ചെന്നപ്പോൾ ഉണ്ടോ? ഇതിന്റെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടുന്ന് ട്രെൻഡ് ചേഞ്ച് ആവാനുള്ള സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ, ഈ പെയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 4 hours 30 minutes നോക്കുമ്പോൾ നമുക്കൊരു ട്രെൻഡ് ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ 30 minutes നോക്കുമ്പോൾ ഉണ്ടോ? ഇവിടെ നമുക്ക് ഇതാ ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ലേ? പക്ഷെ ക്ലോസ് കിട്ടിയിട്ടില്ല. നമുക്ക് ക്ലോസ് കിട്ടിയില്ല. അത് നല്ല ഇതാണ്. 30 minutes ക്ലോസ് കിട്ടിയിട്ടില്ല. അപ്പം അത്ര ബെറ്റർ അല്ല. അപ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതാണ് ലിക്വിഡിറ്റി. ഇതൊരു സ്വിംഗ് ഹൈ ആയിരുന്നു. അവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ലിക്വിഡിറ്റി കോൺസെപ്റ്റിലാണ് ഞാൻ ആ ട്രേഡ് കൊടുത്തിരിക്കുന്നത്. മേ ബി ചിലപ്പോൾ അത് ഇവിടെ എത്താൻ ചാൻസ് ഉണ്ട്. പക്ഷെ 1:1 കൊടുത്തിട്ടുള്ളത്. അത് അത്ര ഒരു ചെറിയ റിസ്ക് എലമെന്റ് അതിലുണ്ട്. 1:1 എടുത്ത് മാറാം എപ്പോഴും ബെറ്റർ. അപ്പോൾ 1:1 ആകുമ്പോൾ നിങ്ങൾക്ക് 1% പ്രോഫിറ്റ് എല്ലാം നോക്കണ്ട, ലോട്ട് കൂട്ടിയിട്ടോ എന്താ ചെയ്യുക. അതിലൊക്കെ സാധാരണ 0.5 എടുക്കുന്ന ആൾക്കാർ വെച്ചാൽ 0.10 അത്ര. കാരണം നമുക്ക് 1% റിസ്ക് വയ്ക്കുന്നുള്ളൂ അല്ലേ? നമ്മൾ വലിയ റിസ്ക് വയ്ക്കുന്നില്ല. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് SLന്റെ ക്ലാസ് അല്ലെങ്കിൽ ഒരു നിങ്ങൾ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു ഡെമോ അല്ലെങ്കിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്താൽ ക്ലിയർ ആവും അത്. ഓക്കെ, ഇതുവരെ ക്ലിയർ ആവും. ഉറപ്പായിട്ടും. എനിക്ക് അതിനു മുന്നേ നിങ്ങൾക്ക് ചാർട്ടായിട്ട് നോളജ് ഉണ്ടാവണം. ബൈയും സെല്ലും എടുക്കാറാണ്, അതാ വേണ്ടത്. ഇപ്പം ഞാനിപ്പോൾ ഈ EUR/USD പറഞ്ഞു, GBP/USD പറഞ്ഞു. ഇത് രണ്ടിൻ്റെ കോൺസെപ്റ്റുകൾ ഓക്കെ ആണോ? നമ്മൾ EUR/USD എന്ന് പറഞ്ഞാൽ 1 hour ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടി. എന്നിട്ട് നമുക്കൊരു ക്യാരക്ടർ ചേഞ്ച് കിട്ടി അല്ലേ? ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ ക്യാരക്ടർ ചേഞ്ച് കിട്ടി. ക്യാരക്ടർ ചേഞ്ചിന് ശേഷം നമ്മൾ ഫിബ് വരച്ചു അല്ലേ? പക്ഷേ ഫിബിലേക്ക് വരാതെ മാർക്കറ്റ് ഒരു BOS ക്രിയേറ്റ് ചെയ്ത് അപ്സൈഡ് മൂവ് ആയിരുന്നു അല്ലേ? ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, ഹയർ ഹൈസ് ഹയർ ലോസ്, അങ്ങനെ മാർക്കറ്റ് അപ്സൈഡ് മൂവ് ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു സഡൻ ഒരു ഫോൾ വന്നു. അത് നമ്മുടെ എൻഡയർ ഫിബ് സോണിക്ക് അല്ലേ? നമ്മുടെ 1 hour ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടില്ല, വലിയ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടില്ല നമുക്ക് ആദ്യം. അതിന്റെ ഫിബ് സോൺ ആണ് മാർക്കറ്റ് തിരിച്ച് കയറിയിരിക്കുന്നത്. അതും അവിടെ നമുക്ക് ഒരു ലിക്വിഡിറ്റി കിട്ടിയിട്ടുണ്ട്, ലിക്വിഡിറ്റി ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആ ഫിബിലേക്ക് വന്ന ട്രെൻഡും അല്ലേ? നമ്മളൊരു അപ് ട്രെൻഡ് ആണെങ്കിലും നമ്മുടെ ബൈയിങ് സോണിക്ക് വരുമ്പോൾ ഡൗൺ ആയിട്ടില്ല വരിക അല്ലേ? കാരണം എന്താ? നമ്മുടെ ബൈയിങ് സോൺ ഡൗണിലടിക്കുന്നത്, താഴെ ഇരിക്കുന്നത്, മാർക്കറ്റിന്റെ ബോട്ടത്തിലടിക്കുന്നത്. ആ ബോട്ടത്തേക്ക് വരുമ്പോൾ എപ്പോഴും ഫോൾ ചെയ്ത് തന്നാലല്ലേ ബോട്ടത്തേക്ക് വരുള്ളൂ. ആ ഫോൾ ചെയ്ത ട്രെൻഡും
ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് നമ്മുടെ മെയിൻ ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ചെറിയ ടൈം ഫ്രെയിമിൽ ബൈയിങ് പോയിന്റിലേക്ക് വന്ന ഡൗൺ ട്രെൻഡും ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, 2 റീസൺസ് ആയി, 2 കൂടുതൽ റീസൺസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ അത് ഫിബ് അപ്ലൈ ചെയ്തിട്ട് ആ ഫിബിന്റെ ബൈയിങ് പോയിന്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. ആ ട്രേഡ് ഇത്രയും നോക്കി ട്രേഡ് ചെയ്ത് നടച്ച ഉറപ്പായും ട്രേഡ് വിൻ ചെയ്യും. ആർക്കും ഡൗട്ട് ഉണ്ടോ തോന്നുന്നു? അത് ക്ലിയർ ആണോ? ഓപ്പൺ ആയിട്ട് പറഞ്ഞോ, ക്ലിയർ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറഞ്ഞോ. ഷിജിൽ ബ്രോ എന്താണ് അവസ്ഥ? ഞാൻ നോക്കുമായിരുന്നു നമ്മള് എവിടെയാ അത് ട്രേഡ് എടുക്കാൻ പറ്റുന്നത്? ജസ്റ്റ് മിനിറ്റ്, നമ്മള് EURUSD അല്ലേ പറഞ്ഞു? എന്താ ഇത് നമ്മുടെ ഈ സോണ്, ഈ സോണിന് എടുക്കാം, ഈ സോണിന് എടുക്കാം, ഈ ബ്ലൂ ലൈനിൽ എടുക്കാം. കാരണം ഇത് നമ്മള് 4 അവറിലൊക്കെ നമുക്ക് നല്ല റീസൺസ് കിട്ടി, 4 അവറിൽ നല്ല റീസൺസ് കിട്ടി. ഇന്ന് അപ്സൈഡ് കയറാൻ നിൽക്കുന്ന സ്റ്റോക്ക് പെയറാണിത്. അപ്പോൾ ഇതിൽ എപ്പോഴും പെട്ടെന്ന് എൻട്രി എടുക്കുക, പെട്ടെന്ന് എൻട്രി എടുക്കുക ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ കണ്ടോ, ഇത് റെസിസ്റ്റൻസ് ആയിരുന്നു, ആ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് ഇവിടെ നോക്കാം, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഫിബ് സോണായി ഇവിടെ നോക്കാം. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടും കിട്ടിയിട്ടുണ്ട് ഇവിടെ, കണ്ടോ? കണ്ടോ? ഇത് വെച്ചാൽ നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് പാറ്റേൺസ് കഴിഞ്ഞല്ലോ നിങ്ങൾക്ക്? ഓക്കെ, ഓക്കെ അല്ലേ? ഇത് ക്ലിയർ ആണോ? മേ ബി ഈ പെയർ EURUSD എന്തായാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസ് ഉള്ള സ്റ്റോക്ക് ആട്ടോ അത്. ഇപ്പം സ്റ്റോക്ക് അല്ല, സോറി, പെയറാണിത്, ഹെഡ് ആൻഡ് ഷോൾഡർ ഒക്കെ. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ 2 പാറ്റേൺ പറഞ്ഞ് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾ 3 പേരുള്ളൂ ഇതില്. ഇന്ന് ക്യാം ഓൺ ചെയ്. ഇന്ന് ഷിജിൽ ബ്രോ ഒന്ന് കാണട്ടെ, ഷിജിൽ ബ്രോനെ ഡെനിസ് ബ്രോ എന്താ അവസ്ഥ എന്ന് അറിയണല്ലോ. അല്ലേ, ജസ്റ്റ് എന്ത് ഫിബ് കുറച്ച് ഇമ്പോർട്ടൻസ് ആണ്, എന്നാൽ കുറച്ച് പൈക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല നിങ്ങളെ സംബന്ധിച്ച്. ഒരു 1 വീക്ക് ഒന്ന് ഇരുന്നാൽ മതി. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ എന്താ അറിയോ, 1 വീക്ക് 1 ഇയർ ആയാലും കിട്ടില്ല. എങ്ങനെയാണെന്നറിയോ, നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ കിട്ടില്ല. നിങ്ങൾ ഡെയിലി ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് വന്നാൽ അതിന് അപ്പം ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. അത് നമ്മൾ നോക്കിയിട്ടില്ല കിട്ടില്ല കേട്ടോ ബ്രോ. ഇപ്പം നിങ്ങൾ പറയാം എന്തായാലും. ഇനി നിങ്ങൾക്ക് അതല്ലേ ഫിബിന് ടോപ്പിക്ക് അടുത്താണ് അല്ലേ, ജസ്റ്റ് ഇതിന്റെ റിവിഷൻ നമുക്ക് വേറെ വീണ്ടും വെക്കാം. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും നല്ലൊരു പെയറിലൊക്കെ അങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇന്ന പെയറിൽ ഇന്ന രീതിയിൽ ട്രേഡ് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ അനാലിസിസ് ചെയ്തിട്ട് അയച്ചെന്നാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ ചാർട്ട് പാറ്റേൺസ് കഴിഞ്ഞതാണോ? ഹെഡ് ആൻഡ് ഷോൾഡർ, ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം കഴിഞ്ഞു. ജസ്റ്റ് മിനിറ്റ്, നൂറ് ശതമാനം വേണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്കൊരു 50% 60% ഓക്കെയാണത്. ഇത് വർക്കിംഗ് എന്ന് മനസ്സിലായോ? കാരണം നമ്മൾ ലൈവ് ട്രേഡ് കാണിച്ചത്, നമ്മളിത് കഴിഞ്ഞ പോയ ട്രേഡ്സ് കഥ പറയല്ല. ഇത് ചൊവ്വാഴ്ച അപ്ഡേറ്റ് ചെയ്ത ട്രേഡാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച അപ്ഡേറ്റ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത ട്രേഡാണ്. അതാണ് ഇപ്പോൾ സ്റ്റിൽ നമുക്ക് ഫസ്റ്റ് TP അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടാർഗറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മുടെ റോള് പറയുമ്പോൾ ആദ്യം അവിടെ നിന്ന് ട്രേഡ്സ് എടുക്കാത്ത ആൾക്കാർക്ക് അടുത്തൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യുക അല്ലേ. ഷിജിൽ ബ്രോ കഴിഞ്ഞ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഇന്നാണ് ഇത് ആ കറക്റ്റ് എൻട്രി പോയിന്റ് തന്നത്. അപ്പോൾ ആ എൻട്രി പോയിന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത എൻട്രി പോയിന്റ് ഫൈൻഡ് ചെയ്യുക. അടുത്ത എൻട്രി പോയിന്റ് പറയുമ്പോൾ എന്താ, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിൻ്റെ ഓരോ ഹൈ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് കയറിയ ശേഷം താഴത്തേക്ക് വരുമ്പോൾ ഫിബ് അപ്ലൈ ചെയ്യുക, ഫിബ് സോൺ വീണ്ടും എൻട്രി എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അങ്ങനത്തെ പെയർ EURUSD നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ എവിടെ എൻട്രി എടുക്കാൻ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ സിക്കു ബ്രോയോ ഡെനീസ് ബ്രോയോ ആരെങ്കിലും ജസ്റ്റ് വെറുതെ അതിന് റിപ്ലൈ കൊടുക്കുക. അത് ഞാനും എൻ്റെതായ രീതിക്ക് ഞാനും അതിൽ റിപ്ലൈ ചെയ്യാൻ. ഓക്കെ അല്ലേ? ഓക്കെ ഡൺ. ജസ്റ്റ് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ ഞാൻ. ജസ്റ്റ്
ചാർട്ട് പാറ്റേൺസ് കംപ്ലീറ്റ് കഴിഞ്ഞതല്ലേ? അതിൽ വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അതിൽ? ഇല്ല ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിലുള്ളത് ഇനി ചാർട്ടിന് ഇപ്പൊ നിങ്ങൾക്ക് FEG ഓർഡർ ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. FAG ഓർഡർ ബ്ലോക്ക്. അതും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കേണ്ടത് എവിടെ, എപ്പോഴും എല്ലാ ക്ലാസ്സും എവിടെ എൻട്രി എടുക്കുക, എവിടെ SL വെക്കുക, അങ്ങനത്തെ ഡൗട്ട് വരും. അപ്പൊ അതൊന്നും പറയണ്ടത്, അത് എല്ലാവർക്കും വരേണ്ടതാണ്. നിങ്ങൾക്ക് എല്ലാം അറിയണ്ടാവും നമ്മുടെ കയ്യിൽ, പക്ഷെ ഇത് എവിടെ അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ നോക്കണം പിടുത്തുണ്ടാവില്ല. ഓക്കെ. ഇപ്പൊ ഞാൻ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് നോക്കിയില്ലേ? ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് നമുക്ക് കിട്ടിയത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. നമുക്ക് ചാർട്ടിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് നിൽക്കുമ്പോൾ മാത്രം നമുക്ക് ക്യാൻഡിൽസ് നോക്കുള്ളൂ. അല്ല ആദ്യം തന്നെ പോയി നമ്മൾ എൻഗൾഫിംഗ് ക്യാൻഡിൽ നോക്കില്ല, ഒരിക്കലും ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ നോക്കില്ല. ഈ ക്യാൻഡിൽസ് പറയുമ്പോൾ കൺഫർമേഷൻ മാത്രമാണ്. നമുക്ക് ചാർട്ടിന്റെ ബാക്കി എല്ലാ സൈഡും ഓക്കെ ആണെങ്കിൽ ലാസ്റ്റ് കൺഫർമേഷൻ എടുക്കില്ല നമ്മൾ. ആ രീതിക്കാണ് നമ്മൾ ക്യാൻഡിൽസ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിനേക്കാളും അതിൻ്റെ അതേ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ചാർട്ട് പാറ്റേൺസും വരുന്നത്. നമുക്ക് എല്ലാ ഭാഗത്തും നമുക്ക് മാർക്കറ്റ് പഴയ കാല റെസിസ്റ്റൻസ് പുതിയ സപ്പോർട്ടായി അവിടെ മേ ബി അവിടെ കയറാൻ ചാൻസ് ഉള്ള ഏരിയയിൽ നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പാറ്റേൺസ് ഫോം ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഒരു അപ്സൈഡ് പാറ്റേൺസ് ഫോം ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പാറ്റേൺസിൻ്റെ ഒരു കൺഫർമേഷനിൽ നമുക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കൂടി വിന്നിങ് റേറ്റ് കൂടും അവിടെ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പാറ്റേൺസ് ഒന്നും എല്ലായിടത്തും പോയി നോക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ ഡൺ. അതുപോലെ ഇന്ന് ഗ്രൂപ്പിൽ ഞാനൊരു പാറ്റേൺ ഇട്ടുണ്ടായിരുന്നല്ലോ, ഒരു ബുള്ളിഷ് പെനന്റ് ഇട്ടുണ്ടായിരുന്നല്ലോ, ആരെങ്കിലും ഫൈൻഡ് ചെയ്തിരുന്നത്? ബുള്ളിഷ് പെനന്റ് അതൊക്കെ നോക്കിയതാണല്ലോ. അത് സ്ക്രീൻഷോട്ട് അയച്ചതല്ലേ? അതെ ഇന്ന് അയച്ചതല്ലേ? അതെ ഗ്രൂപ്പിൽ ഇട്ടത്. USD CHF ആണോ? അതെ USD CHF ല്. അത് കണ്ടിരുന്നല്ലോ. അത് ബുള്ളിഷ് എങ്കിലും ഉണ്ട്. ഓക്കെ. അപ്പൊ അതിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു